നിശബ്ദമായിട്ട് വചനം ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രമിക്കുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൽ പതിക്കുവാൻ, കൊച്ചി കിളർത്ത് ഫലം പ്രകടിപ്പിക്കാനിടയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് വചനം ശ്രമിക്കാം. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെ വചനങ്ങൾ. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പൊളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുകയും മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും. വീട്ടിൽ സ്വകാര്യ മുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നും ഒരുക്കണ്ടാവരാകേണ്ട. എന്താണ് പറയേണ്ടതെന്നും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവവചനമാണ് ആശ്രയിച്ചത്. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ച് നിശ്ശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുവാൻ വേണ്ട കൃപാവരം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു, അങ്ങനെ ഓരോ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അവിടുത്തെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ തുച്ഛമായ ബുദ്ധിയെ, മനസ്സിനെ അത് പ്രകാശിപ്പിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് വചനങ്ങൾ ശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. കാരണമായ ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഭാവികളാണെന്ന് ഓരോരുത്തരും ഈശോ പറയുന്നു. എന്റെ ഈശോയെ, അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ആൾക്കാരെ ഓർത്തുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, സകലത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവമേ, ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ എളുപ്പപ്പെടുന്ന യേശുവെ, ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ ഒരു പൊടിയും ചാരവുമാണ്. ഈശോയെ, ഇന്ന് അങ്ങയുടെ തിരുവചനം പ്രഘോഷിക്കുവാൻ ഏറ്റവും ഭാവിയായ ദുർബലനായ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. യേശുവെ, എളിമയോടും വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ തിരുവചനങ്ങൾ പ്രഘോഷിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ അശുദ്ധാതമുള്ളവരാണ്, അശുദ്ധാതമുള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. ഈശോയെ, അങ്ങനെ ശുദ്ധീകരിക്കണമേ. എന്റെ നാവുകളെ രൂപാന്തരപ്പെടുത്തണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യേശുവെ, ആത്മാവിൽ അവയെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ വേണ്ട രൂപാന്തരം കൊടുക്കണമേ. എല്ലാ സംശയങ്ങളും എടുത്തു മാറ്റണമേ. ബന്ധനങ്ങൾ എടുത്തു മാറ്റണമേ. വചനം കേൾക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ വിധത്തിലുള്ളതായ അശുദ്ധ ശക്തിയുടെ സാധാരണ പ്രവർത്തനങ്ങളെയും അങ്ങ് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുവനന്തപുരം എല്ലാവരെയും കഴിയണമേ. ഞങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ അങ്ങ് തീരുമാനിച്ചാക്കണമേ. ഈശോയെ, ഞങ്ങൾ എളുപ്പപ്പെടുന്നു. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളിതാ ഒരുങ്ങിയിരിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മാലാഖമാരെ, വിശുദ്ധന്മാരെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ കൃപയും ശക്തിയും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവെ മഹത്വം, യേശുവെ സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ലോർഡ്. ഈശോയെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യെശയ്യാ 66:2 എപ്പോഴും കേൾക്കുന്ന വചനമാണ്. അനുതാപത്തോടും എളിമയോടും കൂടെ വേണം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ. മാത്രമല്ല
യേശുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവ ഭയത്തോടു കൂടി ഇരുന്നുകൊണ്ട് വേണം നാം അനുസരിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ വചനങ്ങൾ നമ്മളെ സ്പർശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കഥ കേൾക്കുന്നത് പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടേക്ക് പോകും, യാതൊരു അനുഭവം നമുക്ക് ലഭിക്കുകയില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില് ജെറമിയ 6:10 വായിക്കുന്നുണ്ട്. എന്റെ താക്കീത് കേൾക്കാൻ ആരാണ് ഉള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്ദാ വിഷയമായിരിക്കുന്നു, അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല. തന്റെ വ്യക്തം കർത്താവിന്റെ കോപം ഇതിൽ നിറഞ്ഞു കവിയുന്നു. ദൈവം പറയുന്നത് മുന്നിലേക്കാണ്, എന്റെ താക്കീത് കേൾക്കാൻ ആരാണ് ഉള്ളത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചു കൂടിയിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ ഈശോ വചനത്തിലൂടെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, എന്റെ താക്കീത് കേൾക്കാൻ ആരാണ് ഉള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. നമ്മളിലേറെ ആൾക്കാരുടെ ചെവി അടഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യമാണ്. വചനങ്ങൾ ഉൾക്കാൻ സാധിക്കുന്നില്ല, വചനത്തെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല, ചെവി അടഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്ദാ വിഷയം ആയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നിന്ദാ വിഷയം, ചുമ്മാ തമാശ പറയാനും തോന്നിയാസം ഉപയോഗിക്കാനും ഭിത്തിയുടെ പുറത്തോട് എഴുതി വെക്കാനും അതിനെ ആക്ഷേപിക്കാനൊക്കെ വേണ്ടി മാറിയിരിക്കുകയാണ്. കർത്താവിന്റെ വാക്ക് ഒരു നിന്ദാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ആരും ഇതിന് വേണ്ടത് ചെവി കൊടുക്കുന്നില്ല. ഇതാണ് ദൈവം പറയുന്ന ഒരു പരാതി. അപ്പോൾ നമ്മൾ ചെവി തുറക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാണ് വചനം ഗ്രഹിക്കുവാനുള്ള ശക്തി ലഭിക്കുക. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക ശക്തി തന്നെയാണ് വചനം ഉൾക്കൊള്ളാൻ വേണ്ട കൃപ ലഭിക്കുക എന്ന് പറയുന്നത്. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം. ലൂക്കാ 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി ഈശോ ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ മനസ്സ് എന്നെല്ലാം പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിന്റെ ഭയം ജനിപ്പിക്കുന്ന വാക്കുകൾ അതേവഴി മാനുഷിക അവസ്ഥയിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് അത് സാധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു കൃപയും ശക്തിയും അഭിഷേകവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ബൈബിളിൽ ഉടനീളം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് ഈശോ മുന്നിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 13 വരെ വാക്യത്തിൽ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മക്കൾ അപ്പം ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുട്ട ചോദിച്ചാൽ ദേവനെ കൊടുക്കുന്ന ഏത് പിതാവാണുള്ളത്, മാതാവാണുള്ളത് എന്നൊക്കെ ഈ ചോദിക്കാം. എന്നിട്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നുള്ളത് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ അളവില്ലാതെ കുറുക്കമില്ലാതെ വളരെയേറെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കാം ഒരു വ്യക്തി എന്നാണ് ഈശോയുടെ വാഗ്ദാനം. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യത്തിൽ, യോഹന്നാൻ 3:34, ദൈവം ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്. ദൈവം ഒരിക്കലും അളന്ന് തൂക്കിയെന്നല്ല കൊടുക്കുന്നത് ആത്മാവിനെ. ദൈവം വാരി വിളവുകയാണ്. അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തി എല്ലാവരുടെ മേൽ സമൃദ്ധമായി വർഷിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവോട് നിറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവോട് നിറയണം എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരുപാട് പേര് വളരെ ചെയ്യുന്നു, ഏക പ്രാവശ്യം നമ്മൾ കേൾക്കുന്നല്ലോ. പരിശുദ്ധാത്മാവോട് നിറയണം ചെയ്യണം. നിങ്ങൾ എന്താ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? ഈ സ്ഥലത്തേക്ക് പ്രാർത്ഥനയോടാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നതിനാണ്. ചിരിക്കുന്നതല്ല, ഞാൻ എന്താ ഇങ്ങോട്ട് വന്നു ഇതിലേക്ക് വന്നിട്ട് ഈ പ്രാർത്ഥന സ്ഥലത്തേക്ക് വന്നത് എന്താണ് ഉദ്ദേശം? നമ്മളെ ദൈവത്തോട് ചോദിക്കേണ്ടി ചോദിക്കുക, എന്താ ദൈവമേ ഞാൻ എന്തിനും വന്നു വിശുദ്ധാത്മ പറയുന്നത്. അപ്പം ഒരു കാര്യം ഇതാണ് ഓരോ അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞ കാര്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 മുതൽ 40 വരെ വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 മുതൽ 40 വരെ. നിങ്ങൾ പശ്ചാത്തലത്തിലും പാപമോചനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു വ്യക്തി നിറയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുദമിക്കുക, പശ്ചാത്തലിക്കുക, പാപമോചനം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് വരാതെ ഒറ്റ വ്യക്തിക്ക് പോലും പരിശുദ്ധാത്മാവോട് നിറയാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ആത്മാവോട് നിറയണമോ, ദൈവത്തിന്റെ കൃപകൾ കൊണ്ട് നമ്മൾ നിറയണമോ എങ്കിലുള്ള ഏറ്റവും വലിയ വ്യവസ്ഥ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദമിച്ച് അത് ഉപേക്ഷിക്കുക, മേലിൽ പാപം ചെയ്യുന്ന തീരുമാനമെടുക്കുക, ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിന് അനുസരിച്ച് ജീവിക്കുക. ഈ നിർദ്ദേശം സ്വീകരിക്കാതെ എത്ര വർഷക്കാലം പൈസയോട് പറഞ്ഞാലും സൂചിച്ചാലും ദൈവത്തിന്റെ ആത്മാവിന്റെ വിഷയം നമുക്ക് ലഭിക്കുകയും. അതുകൊണ്ടാണ് കൗൺസിലിംഗ് ഒക്കെ വന്നപ്പോൾ
നിങ്ങൾ പാപബോധ്യം എല്ലാം നിങ്ങൾക്ക് നൽകുന്നത്. പാപബോധ്യം ലഭിക്കുന്നത്, സംസാരിക്കാൻ പറയുന്നത് പുതിയ സൃഷ്ടിയാകാനായിട്ട് എപ്പോഴും ആവശ്യപ്പെടുക. ഗലാത്യ 6:15 പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം ഇതായിരിക്കണം: പാപങ്ങൾ ഉപേക്ഷിച്ച് അനുഭവിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ ആത്മാവോട് നിറഞ്ഞ് നിത്യജീവന് അവകാശികളായിട്ട് നമ്മൾ ജീവിക്കുക. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ ആണ്. 1 യോഹന്നാൻ 2:25 1 യോഹന്നാൻ 2:25 ഈശോ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നിത്യജീവനം. നിത്യജീവൻ പറയുന്നത് നിത്യജീവൻ പറയുന്നത് അറിയുക എന്ന് പറയുന്നത് ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങേറ്റ ഈശോയെയും അറിയുക എന്നുള്ളതാണ് ജീവൻ. ഒത്തിരി പേർക്കറിയത്തില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, അതൊന്നും തോന്നുന്നില്ല. ഏറെ ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. അനേകം ക്രൈസ്തവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നമ്മളെ വേദോളം പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരൊക്കെയാണ്. അപ്പൊ നിത്യജീവൻ എന്താണെന്ന് പോലും പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നെ നിങ്ങളുടെ അവസ്ഥ, ഞാൻ ആരെയും കുറിച്ചല്ല പറയുന്നത്, എന്നോട് അവസ്ഥ. അപ്പൊ യഥാർത്ഥ ഏറ്റവും നിസ്സാരമായ ഒരു ചോദ്യമാണ് ബൈബിളിലെ എന്താണ് നിത്യജീവൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ലക്ഷ്യമില്ല, അറിയത്തില്ല. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് യോഹന്നാൻ 17:3 പറയുന്നുണ്ട്: ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ അറിയാന്ന് പറഞ്ഞാൽ അതോട് അർത്ഥമാക്കുന്നുണ്ടോ? വെറുതെ ബുദ്ധിയോട് ഇങ്ങനെ അറിയുന്നതല്ല. അനേകർക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. ഏക സത്യ ദൈവമായ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് നമുക്ക് തെറ്റുപറ്റുന്നു. ജ്ഞാനം 14:22 ജ്ഞാനം 14:22 ദൈവത്തെ പറ്റുന്ന അറിവിൽ തെറ്റുപറ്റുന്നു. കാരണം അറിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിതലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി പോകുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ച് അറിയാൻ വിസമ്മതിക്കുന്നു, ബുദ്ധിതലത്തോടുള്ള അറിവായി പോകുന്നു. ഇവിടെ ദൈവത്തെ അറിയുക, ഈശോയെ അറിയുക എന്ന് പറയാൻ അർത്ഥമാക്കുന്നത് ആഴമായ ബന്ധം, ഐക്യം ഉണ്ടായിരിക്കുക, ഒന്നായി തീരുക. പ്രത്യേകിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ പലരാവശ്യം ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളിൽ ഒന്നായിരിക്കണേ. ഇതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനും നിങ്ങളും ഓരോ വേർതിരിക്കപ്പെട്ട വ്യക്തികളാണ്, ഓരോ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ഓരോരോ വ്യക്തികളായിരിക്കണം നമ്മളെല്ലാവരും ഈശോയിൽ ഏക ശരീരമായിട്ട് തീരാൻ, ഈശോയിൽ ഒന്നായിട്ട് തീരാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. 1 കൊരിന്തോസ് 12:13 1 കൊരിന്തോസ് 12:13 ഈശോയിൽ ഏകമായിട്ട് തീരാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മള് കർത്താവിനോട് ഐക്യപ്പെടുക. അതാണ് റോമാലേഖനം 8:1 റോമ 8:1. ഇനി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല. ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് തീരുന്ന അവസ്ഥ. 1 കൊരിന്തോസ് 6:17 1 കൊരിന്തോസ് 6:17 ദൈവാത്മാവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായിട്ട് തീരുന്നു. അല്ലെങ്കിൽ യേശുവുമായിട്ട് സംയോജിക്കുന്നവൻ യേശുവിനോട് കൂടെ ഒന്നായിട്ട് തീരുന്നു. ഈ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുക. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം പിതാവായ ദൈവമായിട്ട് യേശുവായിട്ട് ഒന്നായിട്ട് തീരുന്ന ആ ഒരവസ്ഥയ്ക്കാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാതെ നമ്മുടെ പാപകരമായ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയല്ല നിത്യജീവൻ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈശോയെ അറിയണം, അല്ലെങ്കിൽ ഈശോയെ സ്വന്തമാക്കണം. 1 യോഹന്നാൻ 5:11 1 യോഹന്നാൻ 5:11 ദൈവം നമുക്ക് ജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനായ യേശുവിനാണ്. യേശുവിനെ സ്വന്തമാക്കിയ മനുഷ്യർക്ക് ജീവനുണ്ട്, അല്ലാത്ത മനുഷ്യർക്ക് ജീവൻ എന്ന് പറയുന്നതില്ല. അപ്പോൾ ഈശോയെ സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവനുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവൻ ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈശോയെ നമ്മൾ സ്വന്തം ആക്കണം. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ദൗത്യം, കടമ, നമ്മുടെ ജോലി, നമ്മുടെ അധ്വാനം ഇതിന് വേണ്ടിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 6:25-27 നമ്മൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള വചനം. യോഹന്നാൻ 6:25-27 ഈശോ എല്ലാവർക്കും അപ്പം എല്ലാം വർദ്ധിപ്പിച്ചു കൊടുത്തു. രോഗശാന്തികളൊക്കെ രോഗശാന്തി കൊടുത്തു, അടയാളങ്ങൾ കാണിച്ചു, അത്ഭുതങ്ങൾ കാണിച്ചു. 5 അപ്പം വർദ്ധിപ്പിച്ച് അവിടെ കൂടി ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുത്തു. എല്ലാവരെയും തൃപ്തരാക്കി. അപ്പോൾ എല്ലാം ഭക്ഷിച്ച് തൃപ്തരായ മനുഷ്യര് ദൈവത്തെ ഉപേക്ഷിച്ചു, കർത്താവിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഇവരുടെ വഴിക്ക് പോയി. എന്നാൽ പിന്നീട് വിശന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ ഈശോയെ അന്വേഷിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ ഇങ്ങനെ ഈശോ അന്വേഷിച്ചു നടന്നു. ഈശോ എവിടെ പോയെന്ന്. യേശു വഞ്ചിയിൽ കയറി കടലിന്റെ അങ്ങേ കടലിലേക്ക് പോയി. ഒടുവിൽ അന്വേഷിച്ച് ഒരു തരത്തിൽ ഈശോയെ കണ്ടെത്തിയ ഉടനെ ഇവര് വീണ്ടും പ്രൈസലോട് ഹാലലിയ ജീസസ് എന്നൊക്കെ പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ഈശോ അടുത്തേക്ക്. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. എന്നാന്നറിയാമോ? വിശക്കാൻ തുടങ്ങി. വീണ്ടും അപ്പം കിട്ടണം. അവിടെ ആദ്യം തിരുന്ന അപ്പത്തിന്റെ രുചിയൊക്കെ പോയി അല്ലാതെ ഇനി അപ്പം കിട്ടണം. അതിനുവേണ്ടി പ്രൈസലോടൊക്കെ പറഞ്ഞു. ഉടനെ ഈശോ പറഞ്ഞറിയോ? അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചു. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവനുള്ള അപ്പമാണ്.
യോഹന്നാന്റെ സുവിശേഷം 6:35 ഈശോ പറയുക ജീവന്റെ അപ്പമാണ്. ഇത് ഈശോ സൂചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, ഞാൻ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവിക ശക്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത് വെളിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഈശോയിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ ഈ അത്ഭുതം കണ്ടിട്ട് ആ അത്ഭുതത്തെ വർണ്ണിക്കാനോ ഈ അത്ഭുതം പ്രവർത്തിച്ച ശക്തി ദൈവം തന്നെയാണ് എന്നുള്ള ബോധ്യം അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് ക്രിസ്തുവിനെ തന്നെ അന്വേഷിച്ചു. ഈശോ പറയുന്നത് അറിയാം, യോഹന്നാൻ 6:27. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വീകരിക്കുന്ന വചനം യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പോൾ പിതാവായ ദൈവമായിട്ടെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് ഒന്നായിട്ട് തീരാൻ ആ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് വേണം നിങ്ങൾ അധ്വാനിക്കാനായിട്ട്. ഈശോ ഈ സ്ഥലം തെരഞ്ഞെടുത്തത്, ബ്രദറിനെ തെരഞ്ഞെടുത്തത്, അതിന് ശുശ്രൂഷകരെ നിങ്ങൾക്ക് വേണ്ടി ഈശോ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ ഉപേക്ഷിച്ച് ഏറ്റു പറഞ്ഞ് നിത്യജീവൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്താണെന്ന് സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല.